സകല ഇന്ത്യക്കാരെയും പുറത്താക്കണം. ഒരൊറ്റ ഇന്ത്യക്കാരനും അമേരിക്കയെപ്പറ്റി കരുതലില്ല. അവർ ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, പിന്നെ ഇവിടെ പണമുണ്ടാക്കുന്നു, ഈ അമേരിക്കയെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവരെ പുറത്താക്കിയാണ് വേണ്ടത്. ഇത് പറഞ്ഞത് ഈ ഫ്ലോറിഡയിലെ ചെറിയ ഒരു നഗരമായ പാംബെയിലെ ഒരു കൗൺസിലറാണ്, ചാൻഡലർ ലാംഗേവിൻ. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുയർന്നു. ഇന്നലെ സിറ്റി കൗൺസിൽ ചേർന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെന്ന് ഗവർണറോട് ആവശ്യപ്പെട്ടു. സിറ്റി കൗൺസിലിലെ 3 പേർ അതിനെ അനുകൂലിച്ചു, ഒരാൾ എതിർത്തു. അപ്പോൾ ഇന്ത്യക്കെതിരെ ഇന്ത്യക്കാർക്കെതിരെ ഉയർന്നു വരുന്ന ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു സൂചനയാണോ അത്? അതിൻ്റെ കൂടെയാണ് നമ്മൾ ശശി തരൂരിൻ്റെ ഒരു ഉഗ്രൻ ലേഖനം ഇന്നലെ ന്യൂയോർക്ക് ടൈംസിൽ വരികയുണ്ടായി. അതിൻ്റെ മലയാള പരിഭാഷ പലയിടത്തും കാണുകയും ചെയ്തു. അദ്ദേഹം പറയുന്നത് ഈ ഡയസ്പോറ അമേരിക്കയിലുള്ളവരാണ് ഈ ഇന്ത്യക്ക് പുറത്തുള്ള വിദേശ ഇന്ത്യക്കാരിൽ ഏറ്റവും കരുത്തരായവർ, ഏറ്റവും വലിയ വിജയം നേടിയവർ. അവരിന്ത്യക്ക് വേണ്ടി, മാതൃരാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. മാതൃരാജ്യത്തിന് എതിരെ ട്രംപ് ഭരണകൂടം പല നടപടികളും സ്വീകരിച്ചു. താരിഫ് കൂട്ടി, അന്യായമായി താരിഫ് കൂട്ടി. H1 വിസയ്ക്ക് $1,00,000 ആക്കി. സ്റ്റുഡൻറ്റ് വിസയ്ക്ക് തടസ്സങ്ങളുണ്ടാക്കുന്നു. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഇന്ത്യക്കെതിരെ ഉണ്ടാകുന്നു. എന്നിട്ട് ഇന്ത്യക്കാർ ഒരക്ഷരം മിണ്ടുന്നില്ല. അപ്പോൾ അത് ആ നിശബ്ദത വളരെ ദോഷകരമാണ്. അത് വലിയ കഷ്ടമാണ്. ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല വേണ്ടത്. രാജ്യത്തിനെതിരെ, മാതൃരാജ്യത്തിനെതിരെ അന്യായം നടക്കുമ്പോൾ അതിനെ ശക്തമായിട്ട് എതിർക്കാനുള്ള കഴിവ് വേണം, അതിനുള്ള ഒരു ധൈര്യം വേണം എന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ അതിന് അങ്ങനെ പറഞ്ഞ മുൻ ഗവർണർ നിക്കി ഹേലി, അതുപോലെ ഇപ്പോഴത്തെ കാലിഫോർണിയയിൽ നിന്നുള്ള സെനറ്റർ, കോൺഗ്രസ് അംഗം റോ ഖന്ന എന്നിവരെ അദ്ദേഹം അഭിനന്ദിച്ചിട്ടുമുണ്ട്. ബാക്കിയുള്ളവരാരും മിണ്ടുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു. ഇവിടെ വാഷിങ്ടണിൽ ലോബിസ്റ്റുകളെ നിയമിച്ചാൽ പോരാ, ഈ ഡയസ്പോറയുമായിട്ട്, പ്രവാസികളുമായിട്ട് കൂടുതൽ ബന്ധം ഇന്ത്യ ഗവൺമെൻറ് ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് ഒരു നല്ല കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ആദ്യം പറഞ്ഞത്, ആ സിറ്റി കൗൺസിൽ അംഗം പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ ഇവിടുത്തുകാരല്ല എന്ന് ചിലർക്കെങ്കിലും അങ്ങനെ തോന്നാനായിട്ടുള്ള കാര്യം. അപ്പം നമ്മൾ വേണ്ട വിധത്തിൽ ഈ സമൂഹത്തിൽ ഇഴുകി ചേർന്നിട്ടില്ലേ? നമ്മളിപ്പോൾ അമേരിക്കക്കാരാണെങ്കിൽ അമേരിക്കയുടെ കാര്യമല്ലാതെ ഇന്ത്യയുടെ കാര്യം നോക്കണമെന്ന് പറഞ്ഞാൽ ഇന്ത്യയെ നമ്മൾ സഹായിക്കണം തീർച്ചയായിട്ടും. പക്ഷേ ഈ യഹൂദർ ചെയ്യുന്നത് പോലെ, യഹൂദവംശജർ ചെയ്യുന്നത് പോലെ, അവർ ഇസ്രായേലിന് ചെയ്യുന്നത് പോലെ നമ്മൾ ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് പലരും പറയുന്നത്. പക്ഷെ അതിലെത്ര കണ്ട് സാങ്കത്യം ഉണ്ടെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇസ്രായേലിൻ്റെ അവസ്ഥയല്ല ഇന്ത്യക്ക്. ഇന്ത്യ ശക്തമായൊരു രാജ്യമാണ്. ആകപ്പാടെ അതിനിത്തിരി ദാരിദ്ര്യമുണ്ടെന്ന് ഒഴിച്ചാൽ, പല ആളുകളും ദരിദ്രരാണെന്ന് ഒഴിച്ചാൽ മറ്റൊരു കുഴപ്പമില്ല. ഇന്ത്യക്ക് ശക്തമായൊരു രാജ്യമാണ്, കരുത്തുറ്റ രാജ്യമാണ്. അപ്പോൾ ഇന്ത്യയെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അതിൽ യാതൊരു സന്ദേഹവുമില്ലാത്ത കാര്യമാണ്. എന്നല്ലാതൊരു ഈ അമേരിക്ക ചെയ്യുന്ന കാര്യങ്ങളിൽ, അമേരിക്കയുടെ നയങ്ങളിൽ ഇന്ത്യക്കാർ ശക്തമായ പ്രതിഷേധമൊക്കെ രേഖപ്പെടുത്താനുള്ള കഴിവോ കൽപ്പോ നമുക്കുണ്ടോ? അതിനുള്ളൊരു പൊളിറ്റിക്കൽ വില്ലോ ശക്തിയോ എന്തെങ്കിലും നമുക്കുണ്ടോ? അത് തരൂർജി മനസ്സിലാക്കാത്തത് കഷ്ടം തന്നെ. രണ്ടാമത്തെ കാര്യം, നമ്മുടെ രണ്ടാം തലമുറയ്ക്ക് അവരുടെ പേരൻസിൻ്റെ രാജ്യമാണ് ഇന്ത്യ, അവരുടെ രാജ്യമല്ല. അവരുടെ രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ്. അമേരിക്ക എന്തെടുക്കുന്നോ, എന്ത് തീരുമാനം എടുക്കുന്നോ അതിൻ്റെ പുറകെ അവർ പോവും. അതാണ് ഈ രണ്ടാം തലമുറയുടെ ഒരു ചിന്താഗതി. അപ്പോൾ ആദ്യ തലമുറ മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത്. ഇന്ത്യയുടെ കാര്യത്തിൽ നമ്മളാണ് വേവലാതിപ്പെടുന്നവർ. രണ്ടാം തലമുറയ്ക്ക് അത് അത്രയ്ക്കധികമില്ല, കാരണം അവരുടെ ബന്ധങ്ങളും അത്ര കുറവാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെയാണ് ഈ നമ്മൾ ഇവിടുത്തെ മുഖ്യധാരയിലുള്ള ആളുകളെ അലോസരപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ വായിച്ചൊരു ഏറ്റവും രസകരമായൊരു കാര്യം കണ്ടത്, ഈ ഇന്ത്യയിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായി എന്തോ പറഞ്ഞു, എന്തോ കേസിനോ മറ്റോ ആണെന്ന് പറഞ്ഞു. ഖജുരാഹോയിലെ ഒരു ശില്പത്തിൻ്റെ അതിൻ്റെ തല വെട്ടിമാറ്റുകയോ എന്തോ ചെയ്തു, അത് പുനഃസ്ഥാപിക്കണം. അപ്പോൾ അതേപ്പറ്റി അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിഷ്ണു ഭക്തനല്ലേ, നിങ്ങൾ വിഷ്ണുവിനോട് പോയി പ്രാർത്ഥിക്കുക എന്നുള്ള രീതിയിൽ മോശമായിട്ട് സംസാരിച്ചു, ഹിന്ദുമതത്തിനെതിരായിട്ട് സംസാരിച്ചു എന്ന്. അപ്പോൾ അതിനെതിരെ ഇവിടെ ന്യൂയോർക്ക് സിറ്റിയിൽ ടൈംസ് സ്ക്വയറിലൊരു പ്രകടനം നാളെ, അതായത് ഒക്ടോബർ 4 നടത്താൻ പ്ലാനിട്ടു കുറേ ഹിന്ദു സംഘടനകൾ. അവിടെ ഒരു വലിയ ബോർഡും ഒക്കെ വെച്ച് കുറേ ആളുകൾ പോയി ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ അമേരിക്കയിൽ പ്രകടനം നടത്തുക. അമേരിക്കയിൽ ന്യൂയോർക്കിലെ പ്രധാനപ്പെട്ട സ്ഥലത്ത്. അപ്പോൾ എന്തായാലും അത് പിൻവലിച്ചു. അപ്പം വിവരമുള്ള ആരോ ഒക്കെ പറഞ്ഞ് അത് പിൻവലിച്ചു. അപ്പോൾ ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞ കാര്യത്തിന് ഇവിടെ പ്രതിഷേധിക്കേണ്ട കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിലെ 1.4 ബില്യൺ ആളുകളുണ്ട്. അവർക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരവിടെയല്ലേ ചെയ്യേണ്ടത്, ഇവിടെയാണോ ചെയ്യേണ്ടത്? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അനാവശ്യമായ കാര്യങ്ങളിലുള്ള പ്രതികരണങ്ങൾ
ഇവിടുത്തെ ആളുകളെ അലോസരപ്പെടുത്തും. പലപ്പോഴും നമ്മൾ വേറിട്ട് നിൽക്കുന്നവരാണ്, നമ്മൾ ഇവിടുത്തുകാരല്ല എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാകുന്നതിന് ഇടയാകുകയും ചെയ്യും. ഇപ്പം നമുക്കറിയാം, ഇപ്പം മഹാഭാരതത്തിൽ ഭീഷ്മർ കൗരവരുടെ പക്ഷത്താണ് നിന്നത്. മനസ്സുകൊണ്ട് പാണ്ഡവരുടെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ശാപ്പാട് കഴിക്കുന്ന കൗരവരുടെയാണ്. അവരോടാണ് കൂറ്. കാരണം ചോറങ്ങും കൂറിങ്ങും എന്ന് പറയാൻ പറ്റില്ലല്ലോ. നിൽക്കുന്നത് എവിടെയാണോ, ഏത് രാജ്യത്താണോ അവിടെയാണ് നമ്മുടെ കൂറ്. പ്രത്യേകിച്ച് ഇപ്പോൾ അമേരിക്കൻ സിറ്റിസൺ ആണെങ്കിൽ നമ്മൾ അമേരിക്കയുടെ ഭാഗമാണ്. അമേരിക്ക പറയുന്നതാണ് നമ്മളെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട കാര്യം. അക്കാര്യത്തിൽ നമുക്കൊരു സന്ദേഹത്തിൻ്റെ ആവശ്യമേ ഇല്ല. നമ്മൾ ഏത് രാജ്യത്തെ പൗരനാണോ ആ രാജ്യത്തിൻ്റെ നിലപാടുകളാണ് നമ്മൾ പിന്തുടരുന്നത്. അപ്പോൾ അതിൽ അലോസരപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ അതേസമയം തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇന്ത്യക്കെതിരെയോ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുന്നതിൽ നമുക്ക് ഒരു മടിയും ഉണ്ടാവേണ്ട കാര്യമില്ല. നമ്മളാരും അത് മടിക്കുന്ന കാര്യവുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ അത് ദുർവ്യാഖ്യാനിക്കപ്പെടുകയും ഇന്ത്യക്കാർക്കെതിരെ ഉള്ള ഒരു നീക്കമായിട്ട് മാറുകയും റേസിസം ശക്തിപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളും നിശബ്ദരായി പോകുന്നു. അപ്പം നമുക്കും ആ പരിമിതികളുണ്ട്. അത് തരൂർജിയെപ്പോലുള്ളവർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ ഈ താരിഫിനെതിരെ ഇന്ത്യക്കാർക്ക് എന്ത് പറയാൻ പറ്റും? ഇപ്പോൾ താരിഫിന് പറയുന്ന ന്യായം എന്താണ്? ഈ ഇന്ത്യയുടെ കാശുകൊണ്ടാണ് ഉക്രൈനിൽ പോയി യുദ്ധം ചെയ്യുന്നതെന്ന്, റഷ്യ പോയി യുദ്ധം ചെയ്യുന്നതെന്ന്. അത് ശരിയാണോ? എന്ന് മാത്രമല്ല, ഈ ഉക്രൈനെ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പം റഷ്യ യുദ്ധം ചെയ്യുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ അമേരിക്ക സഹായിക്കുമ്പോൾ ആ പണം എവിടെ നിന്ന് വരുന്നു? നമ്മളെപ്പോലുള്ള ആളുകൾ ടാക്സ് കൊടുക്കുന്നത്, നമ്മുടെ ടാക്സ് കൂടുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ അമേരിക്കൻ നിലപാടിനെയോ അല്ലെങ്കിൽ ഇന്ത്യൻ നിലപാടിനെയോ അനുകൂലിച്ച് നമുക്ക് എന്തെങ്കിലും പറയുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ നിശബ്ദത പാലിക്കുന്നു. അമേരിക്കയുടെ നിലപാടുകൾ എന്തോ അതിനെ എതിർക്കാതിരിക്കാൻ നമ്മൾ നോക്കുകയും ചെയ്യുന്നു. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം തരൂർജിയെപ്പോലുള്ളവർ ഇത് മനസ്സിലാക്കണം. അതേസമയം തന്നെ ഈ പ്രവാസികൾ, അദ്ദേഹം പറയുന്ന ഒരു കാര്യം വളരെ കൃത്യമാണ്. ഈ അമേരിക്കയിലും മറ്റുള്ള പ്രവാസികളുമായിട്ട് അവരുടെ പണം മാത്രമല്ല നോക്കേണ്ടത്, അവരുമായിട്ടുള്ള ആ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്, നല്ലൊരു സജഷൻ. കാരണം ഇപ്പോൾ ഗൾഫിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പണം അമേരിക്കയിൽ നിന്നാണ് ചെല്ലുന്നത് ഇന്ത്യയിൽ. അപ്പം അമേരിക്ക വളരെ പ്രധാനപ്പെട്ട രാജ്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, സാമ്പത്തികമായിട്ടാണെങ്കിലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഈ പ്രവാസികൾക്ക് നമുക്കറിയാം എന്തെല്ലാം തരം ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ആദ്യകാലത്ത് ഈ OCI കാർഡ് വന്നപ്പോൾ ആ പ്രവാസികൾ ഈക്വൽ ടു NRIs ആണ്, വിദേശത്തുള്ള ഇന്ത്യക്കാർക്ക് തുല്യമായിരുന്നു അവരുടെ സ്റ്റാറ്റസ്. പിന്നീട് അത് വിദേശികൾക്ക് തുല്യമാക്കി, ഈക്വൽ ടു ഫോറിനേഴ്സ്, നമുക്കുള്ള അവകാശം. ഫോറിനേഴ്സിൻ്റെ എന്ത് അവകാശമാണ് ഇന്ത്യയിലുള്ളത്? നമുക്കറിയാം, അവിടെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു ആധാർ കാർഡ് അല്ലെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ ഒക്കില്ല. എന്തെങ്കിലും സ്ഥലം വിൽക്കാനോ വാങ്ങാനോ പറ്റില്ല. ആധാർ കാർഡ് കിട്ടാൻ മാർഗമുണ്ടോ വിദേശത്തുള്ളവർക്ക്? ഒരു OCI കാർഡ് ആധാർ കാർഡിന് തുല്യമാക്കിക്കൂടെ? ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്തുകൂടെ? അതുപോലെ തന്നെ OCI കാർഡ് ഇടയ്ക്ക് പുതുക്കണം. ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ, ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ, അത് അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ക്ലാർക്കുമാരാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്, സർക്കാർ തലത്തിലൊന്നും അല്ല എന്ന് നമുക്കറിയുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ പ്രവാസി സമൂഹവുമായിട്ടുള്ള ആ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ഇന്ത്യ ഗവൺമെൻറ്റും തീർച്ചയായിട്ടും മുന്നോട്ട് വരേണ്ടതുണ്ടെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യക്കൊപ്പമല്ലെന്നോ ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കുന്നുവെന്നോ അർത്ഥമില്ല. ഒരു കാരണവശാലും നമ്മളിവിടെ ജീവിക്കുന്നെങ്കിലും നമ്മുടെ ഹൃദയവും മനസ്സും എവിടെയാണ്? അത് ഇന്ത്യയിൽ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മളിവിടെ ജീവിക്കുമ്പോൾ, ഇവിടുത്തെ പൗരനായിരിക്കുമ്പോൾ ഇവിടുത്തെ നിലപാടുകളെ നമുക്ക് തുറന്ന് എതിർക്കുക ബുദ്ധിമുട്ട് പോകും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നം. ഇത് കണ്ടില്ലേ, ഇപ്പം തന്നെ പറയുന്നത് കണ്ടില്ലേ, സകല ഇന്ത്യക്കാരെയും പുറത്താക്കണം. ഒറ്റ ഒരുത്തന് അമേരിക്കയോട് കൂറില്ല, അമേരിക്കയുടെ കാര്യത്തിൽ താല്പര്യമില്ല, അവരെല്ലാം ഇന്ത്യക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. അപ്പോൾ ഇതിപ്പം ഒരു ചെറിയ സിറ്റിയിലെ ഒരു ചെറിയ കൗൺസിലറായിരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആളുകൾക്കിടയിൽ, പലർക്കിടയിലും അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിനുള്ളൊരു വഴിവെക്കുന്നത് ശരിയല്ല.